എടാ നീ കമ്പും ചുള്ളിയും വെച്ചിട്ട് ഈ വീഡിയോ ക്യാമറ എന്നെ പിടിച്ചില്ലേ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. എടാ നീ കമ്പും ചുള്ളിയും വെച്ചിട്ട് ഈ വീഡിയോ ക്യാമറ എന്നെ പിടിച്ചില്ലേ? നിനക്ക് ഈ വരുമാനം കിട്ടാണ്ടാണോ നീ വെറുതെ ക്യാമറയും കൊണ്ട് നടക്കുന്നത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? ഞാനാക്കടാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബോച്ചക്ക് 1000 ഉറുപ്പ്യന്റെ ബിരിയാണി, 500 ഉറുപ്പ്യന്റെ ബിരിയാണി വേണ്ട, എനിക്ക് 1000 ഉറുപ്പ്യം തരണ്ട. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ ബോച്ച എന്റെ വീട്ടിൽ എനിക്ക് വരുമാനം എത്തിച്ചു തരുന്നുണ്ട്. ഇതാരെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടോ സാറേ. എടാ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലടാ, ആരടാ നീ? എന്റെ വീട്ടില് വരുന്നുണ്ട് ബോച്ച, എനിക്ക് സഹായം കൊണ്ട്. രോഗിയാ ഞാൻ. പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? എനിക്ക് സഹായം കൊണ്ട്. രോഗിയാ ഞാൻ. ആ രോഗത്തിന് എനിക്ക് സഹായം എത്തിച്ചു തരുന്നുണ്ട്. പിന്നെ ബോച്ചനെ രക്ഷിക്കാൻ ഞാൻ പോയ സത്യമാണ്. നീ വെറുതെ ക്യാമറയും പിടിച്ചു നിന്നിട്ട് നിനക്ക് ഒരു വരുമാനം കിട്ടുന്നില്ലേ? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ക്യാമറ വെറും ചുള്ളിക്കമ്പം കൊണ്ട് നീ തോളിൽ വെച്ചിട്ട് എന്തിനാ അത്രയും നേരം വീഡിയോ എടുത്തത്? ഇത്രേ ഉള്ളൂ. നാളെ ജാമ്യം കിട്ടുന്ന നാളെ പുറത്തിറക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾക്കെന്താ? അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്.